ഇവിടെ ഈ വീട് പണിതിട്ട് തന്നെ എത്ര വർഷമായി? അന്നു മുതൽ കയറി ഇറങ്ങി നടക്കുന്നതാ. ഇങ്ങനെ ഒരു അപകടം ആദ്യമായിട്ടാ. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ എനിക്കൊട്ട് അറിയാനും പാടില്ല. ഇവിടെ കാല് പെട്ടെന്ന് തട്ടുക എന്നൊക്കെ പറഞ്ഞു. സത്യാമ്മയുടെ സമയദോഷം, അല്ലാതെ എന്തു പറയാനാ? ഇതെങ്ങനെ സത്യാമ്മയുടെ സമയദോഷം മാത്രമാണെന്ന് പറയല്ലേ? എന്നാ പിന്നെ എത്രയോ വർഷങ്ങളായി സത്യാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. അന്നൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാ ഇപ്പം മാത്രം സംഭവിച്ചത്? അതിന്റെ കാരണം എന്താ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ചിന്തിച്ചു. എന്തോടെ കളി ചിന്തിക്കുന്നേ? അത് പറ. എന്റെ രാഘവൻ സാറ് ഇതും ഇതിന്റെ അപ്പുറവും സംഭവിക്കും. കാരണം കാലസർപ്പദോഷം എന്ന് കേട്ടിട്ടുണ്ടോ? രാഘുവിനും കേതുവിനും ഇടയിലായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുന്ന ഒരു അവസ്ഥയാണിത്. ഈ കൊച്ച അങ്ങനെ വല്ല സമയത്തുമാണ് ജനിച്ചതെങ്കിൽ നിൽക്കുന്ന വീട് മുടിയും. വീട്ടിലുള്ളവര് പരസ്പരം തമ്മി തല്ലി തീരും. ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ട ഉടനെ സത്യാമ്മയ്ക്ക് കോടതിയിൽ കയറേണ്ടി വന്നില്ലേ? തിരികെ വന്നപ്പോഴും അപകടം പറ്റിയില്ലേ? ഇതിനെ പ്രസവിച്ച് ഇതിന്റെ തള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടോ? ഞാനിത് പറഞ്ഞപ്പോ ശാലിനി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പറയും, ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. ആ നന്ദി എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കാണിക്കണം. ഈ വീട്ടിലുള്ളവർ തന്നെ ഇതിനൊരു പരിഹാരവും കാണണം. ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പിള്ള പറയുന്നത്? സത്യാമ്മ തന്നെ ശാലിനി കുഞ്ഞിനോട് പറയണം, കുഞ്ഞിനെ ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്ത് തന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന്. ഈ കുഞ്ഞു മൂലമുള്ള ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിവളെ കളയാൻ പറ്റില്ലല്ലോ. ശാരികജി ഹോസ്പിറ്റലിൽ നിന്ന് വന്നോട്ടെ. അതുവരെ മോളെ ഇവിടെ നിർത്തുകയല്ലാതെ എനിക്ക് വേറൊരു മാർഗവുമില്ല. അല്ല മോളെ, ഗോപാലകൃഷ്ണൻ അച്ഛൻ കൊണ്ടുപോയിട്ട് എങ്ങനെയാ അച്ഛാ? കുഞ്ഞിനെ നോക്കണമെങ്കിൽ ശ്യാമ നോക്കണ്ടേ?